ഇന്ന് സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പം അനുമോൻ കുളിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. താഴത്തെ തറവാട്ടിക്ക് പോകാനുണ്ടോ. അപ്പോൾ ഓന് മാറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് പോയി വരണം. അങ്ങനെ ഓന് വീണ്ടും തിരിച്ചു വന്ന് ബാഗൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോവുകയാണ്. ഓന് ബസ് കയറ്റാൻ വേണ്ടിയിട്ട് മെയിൻ റോഡ് വരെ ഞാൻ പോകും. ഞങ്ങൾ ഇറങ്ങിയ സെയിം ടൈമിൽ ഉമ്മയും സാജി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഓൺലി ബസ് കയറാൻ വേണ്ടി നിൽക്കാണ്ടോ. അനുമോൻ്റെ ബസ് വന്ന് ഓലയും കയറ്റി വിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ പ്രവേശനോത്സവം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്ടോ. ശരിക്കും ഞങ്ങൾ പോകണമെന്നൊന്നുമില്ല, കാരണം LKG UKG 1 ക്ലാസ്സിലെ കുട്ടികൾ അമ്മമാരൊക്കെയാണ് അധികം ഉണ്ടാവുക. പക്ഷേ അനുമോൻക്കും പിന്നെ ബാക്കിയുള്ളവർക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ LKG UKG കുട്ടികളെ വെൽക്കം ചെയ്യുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ LKG കുട്ടികൾ കരയണൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എല്ലാവരുടെ മുഖത്തും ചെറിയൊരു ചിരിയാണ്. പിന്നെ കരയുന്ന കുട്ടികളെ ഞാൻ കാണാനിട്ടാണോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെന്നപ്പോൾ ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ നിൽക്കാതെ മഴ പെയ്യണ ഈ ഒരു സമയത്തും ഈ ഒരു ദിവസം നല്ലൊരു കാലാവസ്ഥയായിരുന്നുണ്ടോ. ഈ ഒരു ടൈമിലൊന്നും മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ വെയിലുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ, ഇതുപോലെ ഇങ്ങനെ ഫ്ലവറും കാര്യങ്ങളൊക്കെ മുഖത്ത് വെച്ചിട്ട്. നമുക്കും ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഉണ്ടാക്കില്ല കേട്ടോ. ആൺകുട്ടികളല്ലേ, ഓൾക്ക് അതിലൊന്നും ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാവില്ല. പെൺകുട്ടികളാണെങ്കിൽ പിന്നെയും ഒരു ഭംഗി ഉണ്ടാവും. അനുമോന് പിന്നെ ഇങ്ങനത്തേലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്ക് ഇതേ സൈനെ കിട്ടിയിട്ടുണ്ട്. ചെന്ന പാടെ ഓൻ്റെ കൂടെ കളി നടത്തിയിട്ടുണ്ട് കേട്ടോ. അനുമോൻക്ക് ഇനി വേറെ ഒന്നും വേണമെന്നില്ല, കാരണം സൈനെ കിട്ടിയില്ലേ, ഫുൾ ഓൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ഓലെ അവസ്ഥ, അത്രയും കമ്പനിയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും മുകളിലെ ഹാളിലോട്ട് പോയി. പ്രസംഗം, ബാഗ്, യൂണിഫോം, പുസ്തകം വിതരണത്തെ പറ്റി, പിന്നെ നമ്മൾ സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മെമ്പർ സംസാരിക്കുന്ന ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ ആ ഒരു നിൽപ്പാണ്ടോ കാണുന്നത്, കറണ്ട് പോയല്ലോ എന്നാലോചിച്ച നിൽപ്പാണ്. എന്തായാലും മെമ്പർ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ മുഴുവനാക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എനിക്കിപ്പോഴും ആ കഥ ഫുൾ അറിയണം എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് കാണുമ്പോൾ ഇനി ചോദിക്കണം. അങ്ങനെ എല്ലാവരും പ്രസംഗവും കാര്യങ്ങളും നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് അനുമോൻ്റെ ക്ലാസ്. അതിൻ്റെ ഇടയിൽ ദേ മോള് എൻ്റെ വീഡിയോ കാണലുണ്ടെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അനുമോൻ്റെ ക്ലാസ്സിലെ ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇത് 2ാം ക്ലാസ് ആണ്. ഇനി 3ലേക്ക് എത്തുമ്പോൾ ക്ലാസ് മാറുമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മധുരം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ശുഭകാര്യം ചെയ്യുമ്പോഴും മധുരം കഴിക്കണം എന്നാണല്ലോ. ഇപ്പോൾ 2 മാസം നമ്മൾ അവരെ സഹിച്ചിട്ട് നമ്മൾ വീണ്ടും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു മധുരം കഴിക്കേണ്ട സംഭവം തന്നെയല്ലേ. എന്തായാലും ഇന്നത്തെ ദിവസം ഓല് നമ്മളെ കൂടെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിസ്ക് ആട്ടോ അനുമോനൊക്കെ വീട്ടിലിരുത്താന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്നുള്ള പേടി. കൈയൊന്ന് ചെറുതായിട്ട് ഒടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 മാസത്തിൽ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കുമോ എന്നുള്ള പേടിയാണ്. സ്കൂളിലാവുമ്പോൾ പിന്നെ ടീച്ചേഴ്സിന് ചെറിയൊരു പേടിയെങ്കിലും ഉണ്ടാവും. ഞങ്ങളെ പിന്നെ ഒരു പേടിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു നമ്മളെ പാടത്ത് കൂടി ഉണ്ടോ. വെള്ളം ഒഴുകുന്ന ടൈമിൽ അത് കൂടി പോകാൻ നല്ല രസമുണ്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, ഈ ഓടി ഓടി പോണത് ഞാനാണ്ടോ. നേരെ ചെല്ലുന്നത് ഈ ഒരു കുളത്തിലാണ്. നല്ല ഭംഗിയുണ്ടോ ഈ ഒരു കുളം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനുമോൻ എൻ്റെ പാടത്ത് ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. ചളിയാണ് ഫുള്ള്. അപ്പം ഞാൻ പേടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായില്ല. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ.